നമസ്കാരം. ഞാൻ പുനർജനി മോഹൻദാസ് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റിനായിരുന്നു. 15 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഏതായാലും ഞങ്ങൾക്കറിയാൻ വയ്യാത്തതായ ചില അസ്വസ്ഥതകളൊക്കെ ഞങ്ങളുടെ ശരീരത്തിനുണ്ടായിരുന്നു. അതൊക്കെയും മർമ്മ ചികിത്സയുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന വൈദ്യൻ്റെ അടുത്ത് തന്നെ വരുവാനും അത് ചികിത്സിപ്പാനും അത് കണ്ടുപിടിക്കുവാനും ഒക്കെ ഇടയായി. മർമ്മങ്ങളിലൂടെ പ്രത്യേകമായി കിട്ടുന്ന ഒരു ചികിത്സ ബ്ലഡ് റിപ്പോർട്ടോ സ്കാനിങ് റിപ്പോർട്ടോ യൂറിൻ ടെസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ വൈദ്യൻ്റേതായ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ആ ഒരു ചികിത്സ പ്രകാരം എല്ലാം ഭംഗിയായി ചെയ്യുവാനായിട്ട് സാധിച്ചു. പരമ്പരാഗതമായിട്ടുള്ള മർമ്മ ചികിത്സ ഇപ്പോൾ എങ്ങും കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെയും അത് അനുഭവിക്കുവാനും ആ ശരീരത്തിലെ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കാണുവാനും ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റേതായ അവസ്ഥകളൊക്കെ ശരീരത്തിൻ്റെ നാഡിഞരമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൈലം തേച്ച് നന്നായിട്ട് ചികിത്സിപ്പാനൊക്കെ ഇടയായി. പിന്നെ ശ്വാസത്തിൻ്റേതായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായും മാറി. ശബ്ദത്തിന് നല്ല സ്വരം വരുവാനായിട്ടൊക്കെ ഇടയായി. തലയ്ക്കകത്ത് ഭയങ്കര മൂടലും മങ്ങലും ഒക്കെ ആയിരുന്നു. അതിൻ്റേതായ ചികിത്സകളും ഒക്കെയും ചെയ്തു. അങ്ങനെ പല ചികിത്സകളും ഒറ്റ ഇതിൽ തന്നെ 10 ദിവസമെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും ഓരോന്നോരോന്നായിട്ട് ചികിത്സിക്കുകയല്ല ചെയ്തിരുന്നത്. വൈദ്യൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോന്നിനും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന അതേ നിലവാരങ്ങളിലെല്ലാം ഒരുമയോടെ ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ട് ഉള്ള ഒരു തൈലങ്ങളും മരുന്നുകളും ഒക്കെയും ചിന്തിച്ചാലോചിച്ച് ഒരു ശരീരഘടനയ്ക്ക് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് വൈദ്യനിതൊക്കെയും ചികിത്സിക്കുവാനിടയായതെന്നുള്ളത് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. അതിനൊരു വ്യത്യാസങ്ങളൊക്കെ ശരീരത്തെ കാണുന്നുണ്ട്. തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന ചികിത്സകൾക്ക് വളരെയധികം ഗൗരവമായി എടുക്കാതെയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അപൂർവങ്ങളിൽ അപൂർവമായ ചികിത്സാ രീതികളാണ് പാരമ്പര്യമായിട്ടുള്ള മർമ്മ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നതും അത് എനിക്ക് അനുഭവപ്പെടുവാനും കാണുവാനും ഒക്കെ ഇടയായി. ഇവിടെ നിന്ന് ചികിത്സിച്ചു പോയവരും എല്ലാവരും കൈ ഒഴിഞ്ഞ കേസുകൾ വരെയാണ് വൈദ്യരെ ഏറ്റെടുത്ത് അതിന് വേണ്ടുന്നതായ എല്ലാ ചികിത്സകളും ചെയ്യുവാനായിട്ട് ഇടയായത്. അതിൻ്റേതായ ഒരുപാട് ടെസ്റ്റിമണീസ്, അതിൻ്റെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ, ജീവിതാനുഭവങ്ങളൊക്കെയും ചികിത്സത്തിന് ശേഷം അത് എന്താണെന്നുള്ളതൊക്കെയും വളരെയധികം നോർമലാവുകയും പിന്നീട് അവർ കാലൊടിഞ്ഞവർ നേരെയായതും പിന്നെ വ്രണം വന്ന ഭാഗങ്ങളൊക്കെയും അത് പൊതിഞ്ഞ് നല്ല നോർമലായ അവസ്ഥകളും പിന്നെ ശാരീരികമായിട്ടുള്ള ഷുഗർ, പ്രഷർ, അങ്ങനെ ആസ്തമ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം നൈപുണ്യവും കൈപുണ്യവുമുള്ള ആ ചികിത്സകളുടെ ആ വിധി പ്രകാരമുള്ള ക്രമം അനുസരിച്ചുള്ള ഔഷധത്തിൻ്റെ ആ തൈലങ്ങളും പ്രിപ്പയർ ചെയ്തും ഒക്കെയുമാണ് ഇത് എല്ലാം രോഗികളുടെ മേത്ത് പ്രത്യേകമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അല്ലാതെ ഇന്ന് എങ്ങും ഇങ്ങനെ ഒരു ചികിത്സ കാണുവാനോ അല്ലെങ്കിൽ അത് ഏത് മൂലകാരണം കൊണ്ടാണ് ഓരോ അസുഖങ്ങൾ വരുന്നതെന്ന് കണ്ടുപിടിക്കാതെ ആ കാണുന്ന അസുഖത്തിന് മാത്രം ചികിത്സിച്ച് വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഏത് വിഷയം വന്നാലും അതിൻ്റെ മൂലകാരണം എന്താണ് അത് അന്വേഷിച്ചിട്ട് എനിക്ക് ചികിത്സ ചെയ്യണമെന്നുള്ള ആഗ്രഹം വളരെയധികം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അന്വേഷിച്ച് മോഹൻദാസ് വൈദ്യൻ്റെ അടുത്ത് വരുവാനും അതുപോലെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് വൈദ്യനാ ചികിത്സകളൊക്കെ ചെയ്യുവാനും ഇടയായത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുവാനും എല്ലാ കാര്യങ്ങളും ചെയ്ത് നോർമലായി തിരിച്ചു പോകുവാനും ഇനിയുള്ള ക്രമങ്ങളൊക്കെ തെറ്റാതെ ചെയ്യണം. അതാണ് ഏറ്റവും വലുതായിട്ട് വൈദ്യൻ പറഞ്ഞിരുന്നത്. ചികിത്സ പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിട്ടയായിട്ടോ അടുക്കോടെ ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലം ഉണ്ടാകൂ എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് എൻ്റെ പേര് മോഹൻദാസ് വൈദ്യർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ കേരളത്തിലായിരുന്നു. ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ ഒരു ബ്രാഞ്ച് ഉണ്ട് എൻ്റെ. അവിടെ ഞാൻ കേരളത്തിലില്ല. ഇവർ കേരളക്കാരാണെങ്കിൽ അഹമ്മദാബാദാണ് ഇവരുള്ളത്. പക്ഷെ വരുമ്പം ഇവർക്ക് ശ്വാസം മുട്ട്, അതുപോലെ തലവേദന, അങ്ങനെ ഞരമ്പുകൾ ചുരുങ്ങുക, മസിലുകൾ ചുരുങ്ങുക, ഇങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ പറഞ്ഞു വൈദ്യർ എവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ വരും. അങ്ങനെ പറഞ്ഞ് വന്നു. ഇപ്പോൾ 15 ദിവസമായി.
അവർ ലീവ് എടുത്ത് വന്നതാണ്. പക്ഷെ ഇതിനെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്വാസം മുട്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ശ്വാസം മുട്ട് ദഹനക്കൂട് ഉണ്ടാകുക, നമ്മൾ ഇരിക്കുകുത്തായിട്ട് വീണാലുണ്ടാകാം, കഫശരീരം, ഉഷ്ണശരീരം, പിത്തശരീരം, അങ്ങനെ ശരീരഘടനകളും അവരുടെ പ്രായം, കാലാവസ്ഥ ഇതും കൂടെ നോക്കിയിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ രീതിയിലുള്ള ആ മരുന്നുകൾ നമ്മൾ തയ്യാർ ചെയ്ത് കൃത്യമായി ചെയ്ത ഇതേ ഫോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആസ്മ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളം ഉള്ളവർ മാറിയ വീഡിയോകളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ പാരമ്പര്യത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഔഷധങ്ങൾ കിട്ടാനില്ലാത്തതിനെ ഉള്ളത് മതി എന്ന് പറയുന്നല്ല, അത് എവിടെയാണോ എന്താണോ എന്ന് മനസ്സിലാക്കി ശരീരഘടന, കാലാവസ്ഥ, പ്രായം മനസ്സിലാക്കി ഔഷധങ്ങൾ ശരിയാണ്. അതാണ് പാരമ്പര്യത്തിനെ വെല്ലുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും പക്ഷെ പാരമ്പര്യ വൈദ്യന്മാരെന്നുണ്ട് അനേകമുണ്ട്. പക്ഷെ അതല്ല, അപൂർവങ്ങളിൽ എവിടെയാണ് കൃത്യമായി ചെയ്യുന്നത് അനുഭവം കൊണ്ട് മനസ്സിലാക്കണം. അവരെ നമ്മൾ സഹായിക്കണം. അവരിൽ നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരിതാണ്. നമ്മളൊരിക്കലും നമ്മളല്ല. നമുക്ക് ആ തരുന്ന ഒരു രോഗിയെ തൊടുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമുക്ക് തരുന്നത് വളരെ ദൈവീകമാണത്. ആ ശരീരം സ്പർശിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ശരീരഘടനകൾ എന്താണ് ഏതാണെന്നുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചോളം ശ്വാസം മുട്ടല്ലായിരുന്നു, ലെൻസിൽ ഉണ്ടാകുന്ന ഒരു ഇൻസ്പെക്ഷൻ ആണ് അവർക്ക് ശ്വാസം എടുക്കാൻ കഴിയാതിരുന്നതും ചുമയും ഇതെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ദൈവം അനുകരിച്ചിട്ട് ബാക്കിയുള്ള കാര്യം കൂടെ നോക്കി. പിന്നെ ഞരമ്പുകൾ ചുരുങ്ങുകയാണ്. വായു കോപിച്ചിടാമതെങ്കിലോ വന്നിട്ട് സന്തുകൾ തോറുമതെങ്കിലോ കട്ടും കഴപ്പും എന്ന് പറയുന്ന ആ ഒരിതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ കുറേ നോർമൽ വന്നിട്ടുണ്ട്. അതിന് മരുന്നുകൾ കഴിച്ച് ഇന്നിപ്പോൾ ദൈവം അനുസരിച്ചിട്ട് ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ. അതാണ് നമുക്കൊക്കെ വേണ്ടത്. നിങ്ങളും അതേപോലെ തന്നെ നമ്മൾ കുറേ സാമ്പത്തികം കളഞ്ഞിട്ടും എടുത്തിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യം സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ശരീരമാണ്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ.